അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് സഖാ? സുഖാണ്. എന്തൊക്കെ നിങ്ങളെ പാട്? നല്ല തന്നെ. അല്ലേ, സുഖല്ലേ? സുഖാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കാണുന്ന വളം ഞാൻ ചെയ്ത് നല്ല ഉഷാറായിട്ട് ആ ചെയ്ത മഞ്ഞൾ നിങ്ങൾ പറഞ്ഞ് ഒരു ഭാഗം ആദ്യം ചെയ്ത് നോക്കി, എന്നിട്ട് അതിന്റെ സാമ്പിൾ നോക്കി, എന്നിട്ട് മറ്റേ ഭാഗം ചെയ്താൽ മതി എന്നാ പറഞ്ഞു. അതെ അതെ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എനിക്ക് വിളിക്കും, അപ്പം നിങ്ങളതിന്റെ റിസൾട്ട് തരണമെന്നും പറഞ്ഞു. അപ്പം ഞാൻ റിസൾട്ട് തരാമെന്നും പറഞ്ഞ് ഞാൻ വളം വെക്കണീന്റെ മുന്നായിട്ട് ഞങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഇത് ഇടേണ്ടി എന്നുള്ള രൂപം. നമ്മളെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയിലേക്ക് വിളിച്ചിരുന്നു. കമ്പനിയിൽ നിന്ന് എനിക്കും വിളിച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആദ്യം നിങ്ങൾ കുറച്ച് ഭാഗം ഉപയോഗിച്ച് നോക്കി, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ എല്ലാ മഞ്ഞളും നമ്മളെ വളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വളം ചെയ്യാതെ, നിങ്ങളെ വളം ചെയ്യാതെ ഇതാക്കിയ മഞ്ഞളാണ് ഈ കാണുന്നത്. നമ്മളെ വളം ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇല്ല, വളം കൊടുക്കാതെ ചെയ്താണ്. വേണ്ട, അത് ആ രൂപം തന്നെ. വളം കൊടുക്കാത്ത, നിങ്ങൾ വളം കൊടുക്കാത്ത വേറെ തന്നെ കാണുന്നുണ്ട്. ഇതിലൊക്കെ ഇപ്പൊ വേറെ വളം കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ ഞാൻ വേറെ വളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വേണ്ട, പിന്നെ ഇതാണ് നിങ്ങളെ വളം കൊടുത്തി ചെയ്ത ഭാഗം. ഇത് കുറച്ച് ഭാഗമാണെന്ന്. ഇത് നമ്മളെ ബൊക്കാശി വളം ചെയ്ത ഭാഗമാണ്. അതായത് നിങ്ങളെ കമ്പനിക്ക് വിളിച്ചപ്പോൾ അവര് പറഞ്ഞ് എല്ലാ ഭാഗങ്ങൾ ചെയ്യണ്ട, കുറച്ച് ഭാഗം ആദ്യം ചെയ്ത് നോക്കി, എന്നിട്ട് അതിന്റെ റിസൾട്ട് തിരിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് ഞാൻ ചെയ്തത്. ഈ ഭാഗം ഇതിപ്പോ മഞ്ഞൾ പറിക്കാനായിട്ടുണ്ടോ? ഇല്ല, ഇത് മകരത്തിലേ പറിക്കുള്ളൂ. മകരത്തിൽ പറിക്കുള്ളൂ അല്ലേ? മകരത്തിൽ പറിച്ചത് അത്യാവശ്യം നല്ല ഇതുണ്ടാവും. അപ്പൊ ഞാന് മകരത്തിൽ എന്തായാലും ഒരു വരവും കൂടെ വരും. നമുക്ക് മറ്റേ മൊത്തം പറിക്കുമ്പോ മറ്റേത് എത്ര വലിപ്പമുണ്ട്, ഇത് എത്ര വലിപ്പമുണ്ടെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ വന്നാൽ മതി. ഇപ്പൊ മഞ്ഞളിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ? മഞ്ഞളിലല്ല, കപ്പൊക്കെ ചെയ്തിരുന്നു ഞാന്. പിന്നെ കൈപ്പക്കും ചെയ്തിരുന്നു. പാവക്ക എന്നോട് ചോദിച്ചാൽ പറഞ്ഞ് അതൊക്കെ കുറച്ച് ഭാഗം ചെയ്യും, പിന്നെ ഫുള്ളായിട്ട് കൊടുക്കണ്ടാണ്. ഇപ്പൊ പാവക്ക നമുക്ക് കാണാനുണ്ടോ? അവിടെ കാണാനില്ല. അതായത് വെള്ളം നിന്നൊക്കെ ചീഞ്ഞു പോയി, മഴ പെയ്തപ്പോ. മഴ പെയ്ത് അങ്ങനെ മൊത്തത്തിൽ വളർന്നു. ഇപ്പൊ കപ്പ ചെയ്തപ്പോ കപ്പയും നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചെന്നില്ല, വളർന്ന് ചീഞ്ഞ ഇതിന്റെ ഭാഗങ്ങൾ. കപ്പ എങ്ങനെ ഉണ്ടായിരുന്നു കൃഷി ചെയ്തിട്ട്? വലിയ കപ്പായിരുന്നു. സാധാരണ മറ്റേ ബാക്കിയുള്ളതിനെക്കാട്ടും നല്ല ഡീസന്റ് ആയി കിട്ടിയിരുന്നു. നല്ല കപ്പായിരുന്നു. കപ്പ ഇതായിട്ട് കിട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ബായക്കൊന്ന് പരീക്ഷിക്കണം. അതിന് ഞാൻ കണ്ണൊക്കെ വെച്ച് ബായക്ക് വളം കൊടുക്കേണ്ട ടൈം ആവണുള്ളൂ. പായിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പോഴേ ചെയ്യുള്ളൂ. ആയിക്കോട്ടെ. ആ വളം അപ്പൊ നിങ്ങളെ വളം ഞാൻ ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പോ നിങ്ങള് എന്തായാലും കൃഷിക്കാരനാണല്ലോ, അപ്പൊ സാധാരണ ഇവിടെ ഉപയോഗിച്ച് ചെയ്യുന്ന വളങ്ങളും ഇപ്പൊ നമ്മളെ വളം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം എന്താ? നല്ല വളമായിട്ടാണ് നിങ്ങളെ വളം. എനിക്ക് എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനത് നിങ്ങളെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല. എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ വളം ചെയ്തിട്ട് തിരക്കിൽ ഞാൻ നല്ല റിസൾട്ടാണ്. എല്ലാം എനിക്ക് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കിട്ടിക്കണോ? പിന്നെ പലരും പല രീതിയിലായിരിക്കും കൃഷി ചെയ്യൽ. അപ്പൊ ഇപ്പം വളം മോശമായാലും പറയും നന്നായിക്കണെന്ന്. വളം നന്നായിക്കണെങ്കിലും പറയും ചെടി അത് നോക്കണതിനനുസരിച്ച് വ്യത്യാസം വരുമ്പോ വളം തൽക്കടിയിലാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓരോന്ന് ഇത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് എന്റെ കൃഷി ചെയ്യുന്നത്. ഞാൻ പഴയ കൃഷിക്കാരനാണ്. എനിക്ക് ബ്ലോക്കിന്റെ അവാർഡ് ഉണ്ട്. ഞാനിപ്പോ നിറമരുതൊരു പഞ്ചായത്തിൽ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയ ആളല്ലേ നിങ്ങള്? ഇപ്പൊ എന്റെ പേരിൽ വന്ന നിങ്ങൾക്ക് അവാർഡുകൾ കാണാം. പിന്നെ ഒരു ടീച്ചറിന്റെ ഫോട്ടോ വരച്ചിട്ട് തന്നിരുന്നു. പിന്നെ ആത്മീയത്തെ ഒരു ഓഫീസർ ഒരു പുസ്തകത്തിൽ ഞാൻ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ കണ്ടിട്ട് മൂപ്പര് അതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ കർഷകനും പിന്നെ മണ്ണ് പൊന്നാക്കുന്ന കർഷകൻ എന്നിട്ട് മൂപ്പരെ വെച്ചിട്ട് ആള് പാവം മരിച്ചു പോയി. പുസ്തകത്തിന്റെ കോപ്പി തന്നെങ്കിൽ കോപ്പിന്റെ വല തന്നിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളിവിടെ നിറമരുതൊരു അന്ന് നിങ്ങൾക്ക് തരുമ്പോ തന്നെ വേറെ ഒരു ചേച്ചിക്കും കൂടെ കൊടുത്തിരുന്നല്ലോ, ഒരു പ്രേമേച്ചിക്ക. പ്രേമചേച്ചിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ വിളിച്ചപ്പോ ഇതേപോലെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു. അവിടെ ഒന്ന് പോയി നോക്കണം. അവർക്കും പിന്നെ ഞാൻ താന്നാളൂർ പഞ്ചായത്തിലും കൊടുത്തിരുന്നു. അവരെയും വിളിച്ചത്, അവരടുത്തും പോകാനുണ്ട്. എല്ലാരെ അഭിപ്രായം ഒന്ന് അറിയണോ? നമുക്ക് നമ്മളെ വളത്തിന്റെ റിസൾട്ട് എന്താ നമുക്ക് ആൾക്കാരെ കാണിച്ചു കൊടുക്കണല്ലോ. കമ്പനിയിലേക്ക് ആദ്യം വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ വളം കൊടുക്കാന്. കാരണം ഇങ്ങനെ ഒരു വളം കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒറ്റയ്ക്ക് വിളിച്ച അപ്പൊ എനിക്ക് അവരൊരു നമ്പർ തന്ന് എനിക്ക് ഇതിൽ വിളിക്കും. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എല്ലാ റിസൾട്ടും കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിൽ വിളിച്ച്
എന്നിട്ടൊക്കെ ഞാൻ വളം കൊടുത്തിട്ട് കമ്പനിക്ക് അവിടുന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പറഞ്ഞു തന്നിട്ടില്ലേ? ആ ആള് എനിക്ക് പറഞ്ഞു തന്നു, ഇതൊക്കെ കുറച്ച് ഭാഗം ഫുള്ളായിട്ട് കൊടുക്കണ്ട, നിങ്ങൾ അത് കുറച്ച് ഭാഗം ചെയ്യും, നിങ്ങൾ കൊടുക്കുന്ന വളങ്ങള് വേറെ ഭാഗത്തും ചെയ്യും. ഇപ്പൊ നമ്മള് വളം എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഈ വളം നമ്മൾ എങ്ങനെ ഉണ്ടാക്കണെന്ന് അറിയോ? നമ്മളിപ്പോ ബൊക്കാശി ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബക്കറ്റ് നമ്മള് പഞ്ചായത്തിലൊക്കെ പദ്ധതി വെച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ നിന്ന് നമ്മൾ വീട്ടിലെ ഫുഡ് വേസ്റ്റ് അതിൽ വെച്ചിട്ട് വളാക്കി മാറ്റിയിട്ട് ആ വളമാണ് നമ്മളിപ്പോ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഒരു 20-30% ഉൽപാദനക്ഷമത കൂടുതലുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതാണ്. ഞാൻ മൊത്തത്തിൽ ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടല്ലേ? വേനലായ അങ്ങക്ക് വന്നാൽ കാണാൻ ശരി. ആയിക്കോട്ടെ. എന്റെ പറമ്പിന്റെ ഞാൻ ഓരോരോ ഇതിനനുസരിച്ച് സീസണിനനുസരിച്ചാണ് ഓരോന്ന് മാറ്റി മാറ്റി ചെയ്യൂല. പിന്നെ ഞാൻ സുഖമില്ലാത്ത എനിക്ക് ബ്ലോക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു, സംസാരിക്കൂലായിരുന്നു, ഒരു ഭാഗം കഴിഞ്ഞിട്ട് കിടപ്പിലായിരുന്നു. കൃഷിയാണ് കൃഷിയാണ് എന്റെ ഉന്മേഷം. ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എന്നോട് ഡോക്ടർ വെച്ച് നിങ്ങൾ എന്താ ചെയ്യണത്, 70 വയസ്സ് അതിൽ കണ്ടപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ കുറേശ്ശെ കൃഷിപ്പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ മക്കൾ എന്തെങ്കിലും പറയുമെന്ന് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, മക്കൾ പറയും, നിങ്ങൾ ഡോക്ടർമാർക്ക് കായ് കൊണ്ടേ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്ര ഇതാവുന്നത് എന്ന് പറയും. എനിക്ക് ഈ കൃഷി കൊണ്ട് എൻ്റെ ശരീരം ഞാനിപ്പോൾ എണീച്ചടക്കും എല്ലാ കാര്യങ്ങളും കൃഷികളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാണ്. ഒരാളിവിടെ കൂലിക്ക് വിളിക്കലില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ഒരു തെങ്ങിന്താണ് തുറക്കാൻ ഒന്നേ തുറക്കാൻ പറ്റുള്ളൂ വെച്ചാൽ ആ ഒന്ന് ഞാൻ തുറക്കും, അടുത്ത് ബാക്കി എണ്ണമായി 2 തുറക്കാൻ പറ്റി 2 തുറക്കും, ബാക്കി പിറ്റേന്ന്. പിന്നെ ഒരു പണിയോ ഒന്നിച്ച് മുട്ടിച്ചെടുക്കൂല. അപ്പോൾ ശരീരത്തിന് ക്ഷീണം വരും. കുറച്ച് ഒന്ന് ചെയ്താൽ കുറച്ച് വേറൊന്നും ചെയ്യും. ഇപ്പോൾ